മുതലപ്പൊഴി ചാനൽ ആഴം കൂട്ടുന്നതിനുള്ള പ്രവൃത്തികൾ വൈകുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. താഴമ്പള്ളി ഇടവകയുടെയും വിവിധ തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തിയ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഓഫീസ് മാർച്ചിലും ധർണയിലും നൂറുകണക്കിന് പേർ പങ്കെടുത്തു. മുതലപ്പൊഴി അഴിമുഖത്ത് വൻതോതിൽ മണലടിഞ്ഞുകൂടിയ സ്ഥിതിയിലാണ്. അഴിമുഖത്തിന്റെ മുക്കാൽ ഭാഗത്തോളം മണൽ അടിഞ്ഞുകൂടി. തോടിന് സമാനമായ ഭാഗത്തു കൂടിയാണ് വള്ളങ്ങളുമായി തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നതും തിരികെ വരുന്നതും. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പേ മണൽ നീക്കിയില്ല എങ്കിൽ അപകട സാധ്യത വർദ്ധിക്കുമെന്ന ആശങ്കയുമുണ്ട്. ഹാർബർ വകുപ്പ് ഓഫീസിൽ നടന്ന ധർണാ സമരം താഴമ്പള്ളി സെന്റ് ജെയിംസ് ചർച്ച് ഇടവക വികാരി ഫാദർ ബോസ്കോ ഉദ്ഘാടനം ചെയ്തു. അവരുടെ നിർദ്ദേശമനുസരിച്ച്, അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഒരു സമ്മേളനം, ഒരു യോഗം ഈ മുതലപ്പൊഴി വിഷയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ നടക്കുകയുണ്ടായി, മിനിസ്റ്ററിന്റെ ചേംബറിൽ വെച്ച് നടക്കുകയുണ്ടായി. അപ്പൊ അത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന്റെ തീരുമാനം എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ തീരുമാനം ഞങ്ങൾ അറിയിക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് 3 മണി വരെ ഇരുന്ന് പോകണമെന്നൊന്നുമില്ല. ഉച്ചയ്ക്ക് മുമ്പ് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഇതാണ് കാര്യം, ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങളുടെ ഈ പറയുന്ന ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇത് അവസാനിപ്പിച്ചിട്ട് പോവാം. ആരും ഒന്നും പറയുന്നില്ല, ആരും റിസ്ക് എടുക്കുന്നില്ല. ഇതാണ് നേരത്തെ പ്രശ്നം. റിസ്ക് എപ്പോഴാണ് എടുക്കുന്നത്? റിസ്ക് ഒരാൾ അവിടെ മരിച്ചു കഴിയുമ്പോൾ പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ രാത്രി മുഴുവനും പകൽ മുഴുവനും അവിടെ കൊണ്ട് നിർത്തി അതിന്റെ പിന്നിലുള്ള റിസ്ക് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അപകടം വരാതെ ഇരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യത്തെ മുന്നോട്ട് കാണുന്നതിന് പകരം അപകടം വന്നു കഴിഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനം കൊണ്ട് ഒരു ഗുണമുണ്ടാവും? ഒരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ താഴമ്പള്ളി മുതലപ്പൊഴി ഹാർബർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മത്സ്യബന്ധനം നടത്തുവാൻ പാകത്തിൽ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലുകൾ മുഴുവനും മാറ്റി ഞങ്ങൾക്ക് അത് ഉപയോഗയോഗ്യമാക്കുന്ന തരത്തിലേക്ക് സഹായം ചെയ്തു തരണമെന്ന് സർക്കാരിനോടും അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിന്റെ ബന്ധപ്പെട്ട ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി പ്രതിഷേധക്കാർ നടത്തിയ ചർച്ചയിൽ 10 ദിവസത്തിനകം മണൽ നീക്കി ആഴം ഉറപ്പാക്കാനുള്ള പ്രവൃത്തികൾ തുടങ്ങുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ഇന്ന് നടന്ന സൂചനാ സമരം സെന്റ് ജെയിംസ് താഴമ്പള്ളി ചർച്ചിന്റെ നേതൃത്വത്തിലായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് അപകടം ഉണ്ടാകരുത്, ഇതാണ് നമ്മുടെ ആവശ്യം. ഈ കഴിഞ്ഞ 10 വർഷങ്ങളായി ജനുവരി മുതൽ മെയ് മാസം വരെ മുതലപ്പൊഴി ഹാർബറിനുള്ളിൽ മണലൊഴുകി വരുന്ന ഒരു പ്രക്രിയ ഉണ്ടെന്നും ഇതിന് നിരന്തരം പരാതികൾ കൊടുത്തിട്ടുള്ള ഒരാളെന്നുള്ളതൊക്കെയാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. ഫാദർ ജോൺ ബോസ്കോ, ബെർണി, കിരൺ, പ്രിൻസ്, കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.